നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ കപിലോപദേശമെന്ന 15ാമത്തെ ദശകത്തിലെ 6ാമത്തെ ശ്ലോകം. പ്രിയമുള്ള പ്രേക്ഷക, ശ്ലോകം ശ്രദ്ധിക്കുക. അഹഹ ബഹുളഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ വിശദിഹി ഗൃഹസക്തോ യാതനാമയ്യഭക്തഃ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനം അനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി വിശതി ഹി ഗൃഹസക്തഃ യാതനാം മൈ അഭക്തഃ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനം അനുപുഷ്ണൻ സ്ത്രീജിതഃ ബാലലാളി ഗൃഹസക്തഃ മൈ അഭക്തഃ യാതനാം വിശതി ഹി ഇതി കപിലതനുഃ ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. കഷ്ടം കഷ്ടം. ബഹുവിധത്തിലുള്ള ബഹുപ്രകാരത്തിലുള്ള ഹിംസാകർമ്മങ്ങൾ കൊണ്ട് ധനം നേടി കുടുംബം പുലർത്തുന്നവനും സ്ത്രീകൾക്ക് വിധേയനും തൻ്റെ സന്താനങ്ങളെ ഓമനിച്ചു ഗൃഹകാര്യങ്ങളിൽ അത്യാസക്തനായി കഴിയുന്നവനും ഈശ്വരഭക്തി ഇല്ലാത്തവനും ആയ എന്നിൽ ഭക്തി ഇല്ലാത്തവനുമായ അവൻ്റെ യാത്ര നരകത്തിലേക്കായിരിക്കും തീർച്ച തന്നെ എന്ന് കപില പുത്രനായ ഭവാൻ ദേവഹൂതിയെ ധരിപ്പിച്ചു. നമസ്തേ.